ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ലാൽബാഗിലേക്കാണ്. അവിടെ നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ജാനുവരി 18 തൊട്ട് 22 വരെയാണ് ഫ്ലവർ ഷോ. അപ്പോൾ അത് ഉണ്ടെന്നറിഞ്ഞ് നമ്മളൊന്ന് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു വൈകുന്നേര സമയമാണ്, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. നല്ല തിരക്കാണ്. തിരക്കെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പം നല്ല ബ്ലോക്കിൽ കിടന്നാണ് പോയത്. ആക്ച്വലി ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുന്നതാണ്, 10-20 മിനിറ്റിന് ഉള്ളിലൊക്കെ എത്തുന്നതാണ്. ഇത് കുറേ നേരം എടുത്തു. ഇപ്രാവശ്യം അവിടം വരെ പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം എടുത്തു. കാരണം ബ്ലോക്ക് ആയി നിർത്തി ഒരു തരത്തിലാണ് അങ്ങ് എത്തിയത്. അതും ഞങ്ങൾ ഓട്ടോയും കൂടെ ചെയ്തുകൊണ്ട് നല്ല രസമായിരുന്നു. കണ്ടില്ലേ കോലം. അങ്ങനെ നമ്മൾ ലാൽബാഗിലെത്തി. അവിടെ എൻട്രി ഫീസുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ്. കുട്ടികൾക്ക് വേറെ പൈസയാണ്, വലിയവർക്കാണ് ഒരാൾക്ക് 100 രൂപ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് അതിനകത്ത് കയറിയപ്പം സാധാരണ പോലെ തന്നെ ഫ്ലവർ ഷോയ്ക്കൊക്കെ വെക്കുന്നോട്ട് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ആൾക്കാരൊക്കെ ഫോട്ടോ എടുപ്പും ഒക്കെ തുടങ്ങി. ഞങ്ങൾ നേരത്തെ ഒരു തവണ ഇങ്ങനെ ലാൽബാഗിൽ വന്നിട്ടുള്ളപ്പം ഇങ്ങനെ ആരുമില്ലായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു അതൊരു റെയിനി സീസണിൽ ചുമ്മാ ബാംഗ്ലൂർ വന്ന സമയത്ത് വന്നതാണ് ലാൽബാഗിൽ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒന്നുമില്ലായിരുന്നു. കുറച്ച് തേണ്ടി ഈ പൂക്കൾ മാത്രം സ്ഥിരം അവിടെ കാണുമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചുമ്മാ അന്ന് വന്ന് നോക്കിയാണ്. അപ്പം പിന്നെ വിചാരിച്ചായിരുന്നു ഇങ്ങനെ പൂക്കളുള്ള സമയത്ത് വരണം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടതാണ് ഇങ്ങനെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ വന്നു. അത് ഫ്ലോറൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് കൊള്ളായിരുന്നു. ഇങ്ങനെ നമ്മുടെ ക്ലോക്ക് ഇങ്ങനെ സൂചി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവം കൊള്ളായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്ന് വന്നപ്പം ഈ ഫ്ലവേഴ്സ്, ഇപ്പം ഈ കാണുന്ന പല നിറത്തിലുള്ള ഈ ഫ്ലവേഴ്സില്ലേ, അത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു റോസ് ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം കണ്ടില്ല. കാരണം ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ അല്ല, ഉള്ളിലോട്ട് നല്ല തിരക്കാണ്. ഈ സംഭവങ്ങളൊക്കെ ഈ ഫ്ലവർ ഷോ പ്രമാണിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഫ്ലവേഴ്സൊക്കെ അവർ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ട് ഞങ്ങളുടേതായ കുറച്ച് സെൽഫികളും ഒക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും കുറേ ഐറ്റംസ് കഴിക്കാൻ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും കഴിച്ചില്ല. ഞങ്ങൾ നേരെ ഇവിടെ ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അങ്ങോട്ടേക്ക് പോയി. ആ പോകുന്ന വഴിയൊക്കെ ഇതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. ആ ഫ്ലവേഴ്സൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഗ്ലാസ് ഹൗസിൻ്റെ മുന്നിൽ വലിയൊരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അത് പിന്നെ അതിനകത്ത് ഗ്ലാസ് ഹൗസിനകത്ത് ഞങ്ങൾ കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതിനകത്തും കുറേ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഭയങ്കര തിക്കി തിരക്കി നിൽപ്പുണ്ടായിരുന്നു. എന്താണെന്ന് അതിനകം കാണാൻ പറ്റാഞ്ഞുകൊണ്ട് പറ്റിയില്ല. ആ ക്യൂവും ആ തിരക്കും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കയറാൻ തോന്നിയില്ല. കയറിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ വീഡിയോയും ഒക്കെ കിട്ടി തന്നെ. പക്ഷേ ആ തിരക്ക് കണ്ടപ്പോഴേ, ഒന്നാമത് നല്ല വെയിലുള്ള ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും കയറാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഇവിടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. കണ്ടോ, ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പം പിന്നെ വീണ്ടും ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് തന്നെ, ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ, ഫ്ലവേഴ്സ് തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ ആനിമൽസിനെ ഇങ്ങനെ ചെടി വളർത്തിയിട്ട് ആനിമൽസിനെയൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മൈസൂർ പാലസിൽ പോകുമ്പം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ആനയുടെ രൂപം അങ്ങനെ ചെടി വളർത്തിയിട്ട് ആനയുടെ ഷേപ്പിൽ ഇങ്ങനെ അത് വെട്ടി വെച്ചിരിക്കുന്നത് നല്ല രസമായിരുന്നു. ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ അന്ന് മൈസൂർ പാലസിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓർത്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ ഇഷ്ടം പോലെ കടകളുണ്ട്. കുറേ കമ്മലിൻ്റെയൊക്കെ. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നിയില്ല. കമ്മൽ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പിന്നെയും വേണോ എന്നിങ്ങനെ ആലോചിച്ചു നിന്നു. ആ കാണുന്നതെല്ലാം കടകളാണ്. പിന്നെ നമുക്ക് ഫ്ലവർ ഷോയ്ക്ക് വന്ന ഈ പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ തോന്നും. അതിൻ്റെ വേറെ ഉണ്ടെന്ന് ഈ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കുറേ ആൾക്കാരില്ലേ, അവർക്കൊക്കെ പറ്റിയ സംഭവമാണിത്. അപ്പം കീ ചെയിനിൻ്റെ കട, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ കട ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു രസകരമായ കാര്യം കണ്ടത് ഈ മയിലിനെയാണ്. ഈ മയിലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ
ഈ ചെടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്നിട്ടൊരു മയിലിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അത് നല്ല രസമായിരുന്നു. അത് കുറച്ചുകൂടെ വെട്ടത്തിൽ അപ്പുറത്തെ സൈഡിൽ പോകുമ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഫുൾ കടകളാണ്, പല ബാഗുകൾ, പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, തേന്, അതൊക്കെ ഓർഗാനിക് ഹണിയാണെന്നൊക്കെ പറഞ്ഞാൽ അത്, പിന്നെ നാച്ചുറലായിട്ടുള്ള ജ്യൂസുകൾ, പ്രത്യേകിച്ച് നെല്ലിക്കയുടെ കുറേ ജ്യൂസുകൾ, പിന്നെ കുറേ ഇങ്ങനെ ചിപ്സിൻ്റെ ഐറ്റംസ്, പിന്നെ അതല്ലാതെ ഈ കടലാസ് കൊണ്ട് പൂവുണ്ടാക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ കടകളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ അവർ കുറേ രീതിയിൽ പൂക്കളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂരൽ, മറ്റേ അതിൻ്റെ കുറേ ഐറ്റംസ്, അങ്ങനെ വാങ്ങിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, വാങ്ങിക്കുന്നവരും ഉണ്ട്. നമ്മൾ പിന്നെ അതിനൊന്നും അങ്ങനെ വാങ്ങിച്ച് താല്പര്യപ്പെടാത്തത് കൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ കമ്മലൊക്കെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ, എന്നാലും ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. കാരണം ചിലപ്പോൾ അവർ പറയുന്ന വിലയൊക്കെ ചിലപ്പം ഭയങ്കര വിലയായിരിക്കും. നമ്മൾ വേറെ പുറത്ത് ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലൊക്കെ പോയി അവിടുന്ന് കൊണ്ടുവരുന്ന മാലയും വളകളും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ അവിടെയൊക്കെ ഇതിലും വില കുറച്ചൊക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ആ സെയിം ഇതിന് വിലക്കുറവായിരിക്കും അവിടെയൊക്കെ. പിന്നെ വീണ്ടും ഇങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമായിരുന്നു, ഒരു പാറയും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയില്ല, കാരണം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. പിന്നെ റോസ് ഗാർഡൻ സംഭവം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പണ്ട് ഞങ്ങൾ പോയപ്പം അങ്ങനെ അന്നും പക്ഷെ പൂക്കൾ കുറവായിരുന്നു. അവിടെ ഒരു റോസാപ്പൂവിൻ്റെ സംഭവം കുറേ ഇങ്ങനെ ഒരു സ്ഥലത്ത് റോസാപ്പൂ ഇങ്ങനെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, റോസാപ്പൂക്കൾ മാത്രം. അത് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ നടന്നു പോയില്ല, കാരണം അങ്ങ് ഭയങ്കര തിരക്കായിരുന്നു. അത് ഞായറാഴ്ചയും കൂടെ ആയിരുന്നു. അപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകാനുള്ള പ്ലാനിലായി തിരിച്ച് നടന്നു. ഇവിടെ ഇങ്ങനെ കബ്ബൺ പാർക്ക് പോലെ കുറേ നമുക്ക് ഇരിക്കാം, ഇങ്ങനെ ആ തിരക്കിലൊന്നും പെടാതെ വേണ്ടവർക്ക് അവിടെയൊക്കെ വന്നിരുന്ന് കുറച്ച് സമയമൊക്കെ ചിലവിടാം. പിന്നെ നടക്കാൻ പറ്റാത്തവർക്ക് ഈ വണ്ടിയൊക്കെ ഉണ്ട്, പൈസ കൊടുക്കണമായിരിക്കും, ഞങ്ങൾ നോക്കിയില്ല. ആ വണ്ടിയെ കയറി പോകാം. പിന്നെ പിക്നിക്ക് പോലെയൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ കുറേ ഇങ്ങനെ ഏരിയ ഉണ്ടല്ലോ, അവിടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുവാണ്. ഇപ്പം തിരിച്ച് നടക്കുമ്പോൾ വേറൊരു വഴി കൂടെയാണ് നടക്കുന്നത്. നമ്മൾ കയറി വന്ന ആ വഴിയാണ് ഈ ആൾക്കാർ വരുന്ന കാണുന്ന ആ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ കയറി വന്ന വഴിയാണ്. നമ്മളൊരു വേറൊരു ഭാഗത്തൂടെ തിരിച്ചിറങ്ങി ഇങ്ങ് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ലാൽബാഗ് ഫ്ലവർ ഷോ. ചുമ്മാ ഒന്ന് പോയതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.